നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് അവൾക്ക് കാമഭ്രാന്താണെന്ന്. ശരിക്കും ഇങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുക? അതെങ്ങനെ തിരിച്ചറിയാം? ചില സ്ത്രീകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ശക്തമായ ലൈംഗികാസക്തി ഉള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്ത്രീകളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അല്ലെങ്കിൽ അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണോ? അതുമല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും ബന്ധപ്പെട്ടതാണോ? ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. പ്രകൃതി ഓരോ മനുഷ്യനെയും സവിശേഷമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ലൈംഗികാഭിലാഷം എന്നത് ഒരു സ്വാഭാവിക വികാരമാണ്. എന്നാൽ ലൈംഗികാഭിലാഷം അല്ലെങ്കിൽ നമ്മൾ ലിബിഡോ എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. അതിൻ്റെ തീവ്രത, ആവർത്തന തരം, പ്രകടന രീതി ഇവയൊക്കെ ഓരോരുത്തരുടെയും ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ഇത് സൗമ്യമാണ് അല്ലെങ്കിൽ മിതമാണ്. മറ്റുള്ളവർക്ക് ഇത് തീവ്രവും ആഴത്തിലുള്ളതും വൈകാരികവുമാണ്. ആധുനിക മനഃശാസ്ത്രവും ജീവശാസ്ത്രവും അനുസരിച്ച് ലൈംഗികാഭിലാഷത്തിൻ്റെ തീവ്രത ഒന്നിലധികം ഘടകങ്ങൾ കാരണം വ്യത്യാസപ്പെടുന്നു. അതായത് ഹോർമോണുകൾ, വൈകാരിക ആരോഗ്യം, മുൻകാല അനുഭവങ്ങൾ, ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ പോലും ഇതിനൊരു ഘടകമാണ്. ഏകദേശം 30% സ്ത്രീകൾ ശരാശരിയേക്കാൾ ഉയർന്ന ലൈംഗികാഭിലാഷം അനുഭവിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ മിതമായതോ താഴ്ന്നതോ ആയ പരിധിയിൽ വരുന്നുണ്ടെന്നും പഠനങ്ങൾ കാണിക്കുന്നു. ഇത് ആർക്കെങ്കിലും അസാധാരണമായി സംഭവിക്കുന്ന ഒന്നായി കാണേണ്ടതില്ല. അമിത കാമാസക്തിയുള്ള ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കേണ്ടതുമില്ല. ഇനി മുതൽ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും കാമഭ്രാന്ത് എന്ന് പറയേണ്ടതില്ല. ഇത് ചിലരിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. ശരീരവും മനസ്സും അവരുടെ സ്വാഭാവിക താളം പ്രകടിപ്പിക്കുന്ന രീതി മാത്രമാണ്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടും. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, ഡോപാമൈൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകൾ ഈ വികാരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സമ്മർദ്ദം, ഭക്ഷണക്രമം അല്ലെങ്കിൽ വികാരങ്ങൾ എന്നിവ കാരണം ഈ രാസവസ്തുക്കളുടെ സന്തുലിതാവസ്ഥ മാറുമ്പോൾ ആഗ്രഹവും മാറുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായി, ശരീരഘടനയും ബോഡി ലാംഗ്വേജും. അമിതമായ ലൈംഗിക വികാരമുള്ള സ്ത്രീകളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സവിശേഷത അവരുടെ ശരീരം തന്നെയാണ്. അവരുടെ ശരീരം പലപ്പോഴും കൂടുതൽ പ്രതികരണശേഷിയുള്ളതും പ്രകടിപ്പിക്കുന്നതുമായി മാറുന്നു. അവരുടെ ചർമ്മം സ്പർശനത്തോട് കൂടുതൽ സെൻസിറ്റീവായി കാണപ്പെടുന്നു. ഇവർക്ക് യോനി ഭാഗത്തും ബ്രസ്റ്റിന് ഭാഗത്തും കൂടുതൽ സെൻസിറ്റിവിറ്റി കാണാറുണ്ട്. അവരുടെ ആംഗ്യങ്ങളും ഭാവങ്ങളും ചിലപ്പോൾ സൂക്ഷ്മമായ സിഗ്നലുകൾ വഹിക്കുന്നു. അവർ അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും അവ പ്രകടമാകുന്നു. അത് ശരീരം കൂടുതൽ സ്നേഹവും സ്പർശനവും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു ബോഡി സിഗ്നലാണ്. എന്നാൽ ഇത് ആരെയും പ്രലോഭിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് അവരുടെ ഉപബോധ മനസ്സ് ശരീരത്തിന് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ ആശയവിനിമയം ചെയ്യുന്നു എന്നത് അവിടെ പ്രകടമാകുന്നു എന്ന് മാത്രം. രണ്ടാമതായി, മാനസിക ഘടകങ്ങൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ പങ്ക്. മനസ്സും വലിയൊരു പങ്ക് വഹിക്കുന്നു. വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് അവരുടെ വികാരം ഡയറക്റ്റായി പറയാനുള്ള ധൈര്യം ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ ഉയർന്ന ലൈംഗിക ഊർജ്ജമുള്ള പല സ്ത്രീകളും അത് തുറന്നു പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവർ ഇൻഡയറക്റ്റ് സൂചനകൾ നൽകാറുണ്ട്. അഥവാ കണ്ണുകളുടെ സമ്പർക്കം, ചിരി, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന രീതി തുടങ്ങിയ വൈകാരിക സൂചനകളിലൂടെയാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് ഉപബോധ മനസ്സിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നു. ലൈംഗിക ഊർജം ശാരീരികം മാത്രമല്ല, അത് വൈകാരികവും കലാപരവും മാനസികവുമായ സ്വഭാവമാണെന്നും മനഃശാസ്ത്രജ്ഞർ പറയുന്നു. മൂന്നാമതായി, ജീവിതശൈലിയും ജൈവശാസ്ത്രപരമായ ഘടകങ്ങളും. വിദ്യാഭ്യാസം, സാമൂഹിക അന്തരീക്ഷം, ഹോർമോൺ നില, ഉറക്കം, ഭക്ഷണക്രമം, വ്യായാമം, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെല്ലാം ലൈംഗികാസക്തിയെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, പ്രോട്ടീൻ, സിങ്ക്, മാഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ, ഡോപാമൈൻ എന്നിവ ഉയർത്തും. അത് ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കും. അതേസമയം അമിതമായ സമ്മർദ്ദം,
മോശം ഉറക്കം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവ വികാരവും ലൈംഗിക താൽപ്പര്യവും കുറക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ ഒരു ലൈംഗിക അടുപ്പത്തെയും ആഗ്രഹത്തെയും നിലനിർത്താൻ സഹായിക്കുന്നു. അടുത്തതായി ബന്ധത്തിലെ അസംതൃപ്തി. വിവാഹത്തിലോ ദീർഘകാല ബന്ധങ്ങളിലോ വൈകാരിക സംതൃപ്തി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു സ്ത്രീക്ക് വൈകാരികമായും ശാരീരികമായും പൂർത്തീകരണം അനുഭവപ്പെടുമ്പോൾ അവളുടെ ആഗ്രഹം സന്തുലിതമായി തുടരും. ഉദാഹരണത്തിന്, വിവാഹിതരായ സ്ത്രീകൾക്കിടയിൽ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ മാനസികവും ശാരീരികവുമായ സംതൃപ്തി ലഭിച്ചാൽ അവർ സമതുലിതമായ വികാരത്തിൽ നിൽക്കും. ചിലർക്ക് അവരുടെ ബന്ധത്തിൽ സംതൃപ്തി കുറവായിരിക്കും, അല്ലെങ്കിൽ അവൾ അവഗണിക്കപ്പെട്ടതായി വൈകാരികമായി അകന്നുപോയതായി തോന്നുമ്പോൾ അവളുടെ മനസ്സ് അറിയാതെ തന്നെ മറ്റെവിടെയെങ്കിലും ലൈംഗികാനുഭവത്തെയോ പരിചയത്തെയോ വൈകാരിക ബന്ധത്തെയോ ഒക്കെ അന്വേഷിക്കും. എല്ലായ്പ്പോഴും ശാരീരികമായിരിക്കണം എന്നില്ല, ചിലപ്പോൾ വൈകാരികമായി മാത്രവുമാകാം. ഇത് വഞ്ചനയല്ല, ശ്രദ്ധയും ആശയവിനിമയവും ആവശ്യമുള്ള വൈകാരിക അസന്തുലിതാവസ്ഥയുടെ അടയാളമാണിത്. അടുത്തതായി ലൈംഗിക ഊർജത്തിൻ്റെ കലാപരമായ വശം. ഉയർന്ന തോതിലുള്ള ലൈംഗിക ഊർജം ഒരു മോശം കാര്യമല്ല. വാസ്തവത്തിൽ മനഃശാസ്ത്രജ്ഞരും ആത്മീയ അധ്യാപകരും ഇതിനെ ജീവശക്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സർഗാത്മകത, ആത്മവിശ്വാസം, വൈകാരിക ആഴം എന്നിവയ്ക്ക് ഇന്ധനം നൽകുന്ന അതേ ഊർജം ബോധപൂർവം ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു വ്യക്തിയെ കലയിലും ബന്ധങ്ങളിലും എന്തിനേറെ കരിയറിൽ പോലും കൂടുതൽ അഭിനിവേശമുള്ളവനാക്കും. ഇതിനെ ലൈംഗിക ഊർജ പരിവർത്തനം എന്ന് വിളിക്കുന്നു. ലൈംഗിക ഊർജത്തെ സർഗാത്മകമായതോ കലാപരമായതോ ആയ ശക്തിയാക്കി മാറ്റുന്നു. അടുത്തതായി പുരുഷന്മാരും ഇതനുഭവിക്കുന്നു. നമുക്ക് നോക്കാം. ഇതേ ആശയം പുരുഷന്മാർക്കും ബാധകമാണ്. ചില പുരുഷന്മാർക്ക് സ്വാഭാവികമായും ഉയർന്ന ലൈംഗിക ഊർജം ഉണ്ടാകും. മറ്റുള്ളവർ ശാന്തരായിരിക്കും. ഇത് നല്ലതോ ചീത്തയോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അത് മനസ്സിലാക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അടുത്തത് നിയന്ത്രണവും അവബോധവും. ഉയർന്ന തോതിലുള്ള ലൈംഗിക ഊർജം ഒരു പ്രശ്നമല്ലെന്ന് ശാസ്ത്രം പറയുന്നു. അതിൽ നിയന്ത്രണമില്ലാതിരിക്കൽ ഒരു പ്രശ്നമാണ്. ഒരു വ്യക്തി ആ ഊർജം പോസിറ്റീവായി ഉപയോഗിക്കുമ്പോൾ അവർക്ക് സമാധാനവും ആത്മവിശ്വാസവും ആഴത്തിലുള്ള ബന്ധങ്ങളും അനുഭവപ്പെടുന്നു. എന്നാൽ അത് അനിയന്ത്രിതമായി വിടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുമ്പോൾ അത് നിരാശയോ വൈകാരിക അസ്ഥിരതയോ ഉണ്ടാക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലളിതമാണ്. ലൈംഗിക ഊർജം ലജ്ജിക്കേണ്ട ഒന്നല്ല. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്തവും ശക്തവുമായ ഒരു ശക്തിയാണിത്. ഓരോ സ്ത്രീയും വ്യത്യസ്തയാണ്. അതുപോലെ തന്നെ അവളുടെ വൈകാരികവും ശാരീരികവുമായ ആഗ്രഹപ്രകടനവും വ്യത്യസ്തമാണ്. നമ്മൾ അവരെ കാമപ്രാന്തെന്ന് പരിഹസിക്കുകയും മുദ്ര കുത്തുകയും ചെയ്യുന്നതിന് പകരം അതിനെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. അവബോധവും നിയന്ത്രണവും ഒന്നിച്ചു വരുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ അർത്ഥവത്താകുന്നു, ജീവിതം കൂടുതൽ സന്തോഷകരവുമാകുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ ഇവിടെ ചോദിക്കാൻ മടിയുള്ളവർ ടെലഗ്രാമിൽ ചോദിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.